പുതിയൊരു വിപ്ലവത്തിന് തുടക്കം കുറിച്ചുകൊണ്ടാണ് ഇന്ത്യൻ റെയിൽവേ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ ട്രാക്കിലിറക്കാൻ പോകുന്നത്. വന്ദേ ഭാരത് എക്സ്പ്രസുകൾ നൽകിയ ആധുനിക യാത്രാനുഭവം ഇനി ദീർഘദൂര യാത്രക്കാർക്കും ലഭ്യമാകാൻ പോവുകയാണ്. രാജ്യത്തെ ആദ്യ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ ജനുവരി 17-ന് കൊൽക്കത്ത ഹൗറ റൂട്ടിൽ കമ്മീഷൻ ചെയ്യും. ഇതിന് പിന്നാലെ ഈ വർഷം തന്നെ രാജ്യത്തെ വിവിധ പ്രധാന നഗരങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് കൂടുതൽ സ്ലീപ്പർ സർവീസുകൾ വിന്യസിക്കാനാണ് ഇന്ത്യൻ റെയിൽവേ മന്ത്രാലയം ലക്ഷ്യമിടുന്നത്. കേരളത്തിലെ റെയിൽവേ വികസനത്തിന് പുത്തൻ ഉണർവേകിക്കൊണ്ടാണ് വന്ദേ ഭാരത് സ്ലീപ്പറിന്റെ വരവ്. ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം കേരളത്തിന് 3 വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകളാണ് അനുവദിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം ചെന്നൈ, തിരുവനന്തപുരം ബംഗളൂരു, തിരുവനന്തപുരം മംഗളൂരു എന്നിവയാണ് ഈ 3 റൂട്ടുകൾ. ഇതിൽ ആദ്യഘട്ടമെന്ന നിലയിൽ തിരുവനന്തപുരത്ത് നിന്ന് ചെന്നൈയിലേക്കും ബംഗളൂരുവിലേക്കുമായിരിക്കും സർവീസുകൾ ആരംഭിക്കുക. ഇത് അന്തർ സംസ്ഥാന യാത്രക്കാരായ മലയാളികൾക്ക് വലിയ അനുഗ്രഹമാകും. വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത കുറഞ്ഞ യാത്രാ സമയമാണ്. മികച്ച വേഗതയും കുറഞ്ഞ സ്റ്റോപ്പുകളും കാരണം നിലവിലുള്ള സൂപ്പർ ഫാസ്റ്റ് ട്രെയിനുകളെ അപേക്ഷിച്ച് 3 മണിക്കൂർ വരെ ലാഭിക്കാൻ യാത്രക്കാർക്ക് സാധിക്കും. കോട്ടയം വഴിയാണ് തിരുവനന്തപുരം മംഗളൂരു വന്ദേ ഭാരത് സ്ലീപ്പർ ഓടുന്നത്. 631 കിലോമീറ്റർ ദൂരം പിന്നിടാൻ സാധാരണ ട്രെയിനുകൾ 14 മണിക്കൂറോളം എടുക്കുമ്പോൾ വന്ദേ ഭാരത് സ്ലീപ്പറിൽ ഇത് 11 മണിക്കൂറിൽ താഴെയായി ചുരുങ്ങും. പാലക്കാട് വഴിയായിരിക്കും തിരുവനന്തപുരം ചെന്നൈ വന്ദേ ഭാരത് സ്ലീപ്പർ ഓടുക. 922 കിലോമീറ്റർ ദൂരം പിന്നിടാൻ നിലവിൽ 16.5 മണിക്കൂർ വേണമെങ്കിൽ വന്ദേ ഭാരത് സ്ലീപ്പർ എത്തുന്നതോടെ യാത്രാസമയം 13.5 മണിക്കൂറായി കുറയും. ഏറ്റവും കൂടുതൽ മലയാളികൾ ആവശ്യപ്പെട്ടതാണ് തിരുവനന്തപുരം ബംഗളൂരു റൂട്ടിലേക്കായുള്ള ഒരു വന്ദേ ഭാരത് ട്രെയിന്. 844 കിലോമീറ്റർ സഞ്ചരിക്കാൻ സാധാരണയായി എടുക്കുന്ന 15.5 മണിക്കൂർ വന്ദേ ഭാരത് സ്ലീപ്പർ എത്തുമ്പോൾ 12.5 മണിക്കൂറായി കുറയും. ബംഗളൂരുവിൽ ജോലി ചെയ്യുന്നവർക്കും പഠിക്കുന്നവർക്കും വേണ്ടി വൈകുന്നേരം തിരിച്ച പിറ്റേ ദിവസം രാവിലെ എത്തുന്ന തരത്തിലാകും യാത്രാസമയം ക്രമീകരിക്കുക. യാത്രാസമയം ലാഭിക്കുന്നതിനൊപ്പം വിമാനയാത്രയ്ക്ക് സമാനമായ സൗകര്യങ്ങളാണ് വന്ദേ ഭാരത് സ്ലീപ്പറുകളിൽ ഒരുക്കിയിരിക്കുന്നത്. മികച്ച ഇന്റീരിയർ, ജേക്കുകൾ അനുഭവപ്പെടാത്ത യാത്ര, ഓട്ടോമാറ്റിക് ഡോറുകൾ, വാക്വം ടോയ്ലറ്റുകൾ, സെൻസർ അധിഷ്ഠിത ലൈറ്റുകൾ എന്നിവ ഇതിന്റെ പ്രത്യേകതകളാണ്. ഇന്ത്യൻ റെയിൽവേയുടെ ഈ ആധുനികവൽക്കരണം കേരളത്തിലെ ടൂറിസം, വാണിജ്യ മേഖലകൾക്കും വലിയ നേട്ടമാകും. സാധാരണ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ട്രെയിനുകളെ അപേക്ഷിച്ച് വന്ദേ ഭാരത് സ്ലീപ്പറിൽ നിരക്കൽപ്പം കൂടുതലായിരിക്കും. ഈ ട്രെയിനുകളിൽ കൺഫേം ടിക്കറ്റുകൾ മാത്രമേ അനുവദിക്കുകയുള്ളൂ. അതായത് RAC വെയിറ്റിംഗ് ലിസ്റ്റ് ടിക്കറ്റുകൾ വന്ദേ ഭാരത് സ്ലീപ്പറിൽ ഉണ്ടായിരിക്കുന്നതല്ല. തിരുവനന്തപുരം മംഗളൂരു സർവീസിന്റെ നിലവിലെ എക്സ്പ്രസ് ട്രെയിനുകളുടെ 3 ടയർ 2 ടയർ നിരക്കുകളേക്കാൾ ഏകദേശം 500 രൂപയുടെ വർധനവുണ്ടാകും. തിരുവനന്തപുരം ചെന്നൈ റൂട്ടിൽ 1000 രൂപയും തിരുവനന്തപുരം ബംഗളൂരു റൂട്ടിൽ 800 രൂപയും അധികമായി നൽകേണ്ടി വരാം. വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകളിലെ അടിസ്ഥാന നിരക്കുകൾ എങ്ങനെയാണെന്ന് ഇനി വിശദമായി നോക്കാം. 3AC ടിക്കറ്റിന്റെ ഏറ്റവും കുറഞ്ഞ നിരക്ക് 960 രൂപയും GSTയുമാണ്. 2AC ടിക്കറ്റിലേക്ക് വരുമ്പോൾ 1240 രൂപയും GSTയും അതുപോലെ തന്നെ 1AC ടിക്കറ്റിന് 1520 രൂപയും GSTയുമാണ് ഈടാക്കുന്നത്. യാത്രാസുഖവും സൗകര്യങ്ങളും പ്രധാനമായി നോക്കുന്നവരാണ് മലയാളികൾ. നിലവിൽ രാജ്യത്തോടുന്ന വന്ദേ ഭാരത് ട്രെയിനുകളിൽ ഏറ്റവും കൂടുതൽ വരുമാനം ലഭിക്കുന്നത് കേരളത്തിൽ നിന്നുമാണ്. ആവശ്യക്കാർ ഏറെയുള്ള കേരളത്തിന് പുറത്തിറക്കുന്ന 12 വന്ദേ ഭാരത് സ്ലീപ്പറിൽ 3 നൽകുന്നതും ഇതെല്ലാം പരിഗണിച്ചാണ്.